രാജ്യം ആർക്കൊപ്പമാണെന്നറിയാൻ ഇനി അവശേഷിക്കുന്നത് നാൾ മാത്രമാണ്. ഇന്ത്യയൊട്ടാകെ മൂന്നാം തവണയും മോദി ഗ്യാരണ്ടിയിൽ അലയടിക്കുമ്പോൾ എന്നും മാറി ചിന്തിക്കുന്ന കേരളത്തിന്റെ 20 മണ്ഡലങ്ങളെയും നമുക്കൊന്ന് പരിശോധിക്കാം. വമ്പന്മാരെ വാഴ്ചും വീഴ്ത്തിയും രാഷ്ട്രീയ നിലപാടിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ പ്രകടമാക്കുന്ന മണ്ണാണ് പത്മനാഭൻ്റേത്. രാഷ്ട്രീയത്തിലുപരി വ്യക്തിപ്രഭാവത്തിൽ വോട്ടർമാർ മാറി ചിന്തിക്കാറുണ്ടോ എന്ന് പോലും തോന്നിയ തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരം. ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുൻപ് 1952 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും തുടങ്ങിയത് അട്ടിമറിയിലൂടെ. തിരുവിതാംകൂറിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ പറവൂർ DK നാരായണപിള്ളയെയും കോൺഗ്രസിന്റെ ബാലകൃഷ്ണൻ തമ്പിയെയും അട്ടിമറിച്ച് ആനി മസ്ക്രീൻ വിജയം സ്വന്തമാക്കിയതിൽ ആരംഭിക്കുന്നു അത്. തുടർന്ന് ഇങ്ങോട്ട് PS നടരാജപിള്ള, VK കൃഷ്ണമേനോൻ, MN ഗോവിന്ദൻ നായർ, K കരുണാകരൻ, പന്ന്യൻ രവീന്ദ്രൻ, PK വാസുദേവൻ നായർ തുടങ്ങിയ പ്രമുഖരെ വിജയിപ്പിച്ച ചരിത്രമാണ് തിരുവനന്തപുരത്തിൻ്റെത്. പട്ടം താണുപിള്ള, D ദാമോദരൻ പോറ്റി, DK നാരായണപിള്ള, ONV കുറുപ്പ്, O രാജഗോപാൽ തുടങ്ങിയ പ്രശസ്തർക്ക് തോൽവി സമ്മാനിച്ചതും ഇതേ തിരുവനന്തപുരമായിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ 4ാം ഊഴം എന്ന നേട്ടത്തിനായാണ് നിലവിലെ MP ശശി തരൂർ ഇത്തവണ പോരാട്ടത്തിനിറങ്ങുന്നത്. 1984, 1988, 1991 എന്നീ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച കോൺഗ്രസിന്റെ A ചാൾസ് ആണ് ഇതുവരെ മണ്ഡലത്തിൽ നിന്നും ശശി തരൂരിനെ കൂടാതെ 3 തവണ തുടർച്ചയായി വിജയിച്ച മറ്റൊരു നേതാവ്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷവും കോൺഗ്രസിനൊപ്പം നിന്ന ചരിത്രമാണ് തിരുവനന്തപുരത്തിനുള്ളത്. ഈ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്കായി മത്സരിച്ചു പോരുന്നത് CPI ആണ്. 1977 MN ഗോവിന്ദൻ നായരിലൂടെയാണ് മണ്ഡലം ചുവന്നത്. എന്നാൽ 1996 പിന്നീട് ഒരു CPI സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. 3 തവണ തുടർച്ചയായി വിജയിച്ച കോൺഗ്രസിന്റെ A ചാൾസിനെ തോൽപ്പിച്ച് KV സുരേന്ദ്രനാഥാണ് അന്ന് ചെങ്കൊടി പാറിച്ചത്. പിന്നീട് 2004 PK വാസുദേവൻ നായരും 2005 പന്ന്യൻ രവീന്ദ്രനും CPIക്കായി വിജയം നേടി. 1980 കോൺഗ്രസിനായി നീല ലോഹിതദാസൻ നാടാർ പ്രമുഖനായ CPI നേതാവ് MN ഗോവിന്ദൻ നായരെ അടിപറയിപ്പിച്ചതിനു ശേഷം പിന്നീട് നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ A ചാൾസ് വിജയം കണ്ടു. പിന്നീട് 1998 K കരുണാകരനും 1999 VS ശിവകുമാറും സീറ്റ് നിലനിർത്തിയപ്പോൾ 2009 മുതൽ തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ശശി തരൂരാണ്. 2009 തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പൊതു തിരഞ്ഞെടുപ്പുകളിൽ CPI സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും BJP സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തതോടെ മണ്ഡലത്തിൽ BJPക്കുള്ള ശക്തി ഈ വർഷങ്ങളിൽ കുത്തനെ ഉയർന്നെന്ന് വ്യക്തമായിരിക്കുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ O രാജഗോപാലാണ് തരൂരിന് പിന്നിലെത്തിയത്. തരൂർ 2,97,806 വോട്ടുകൾ നേടിയപ്പോൾ രാജഗോപാൽ 2,82,336 വോട്ടുകൾ നേടി. 15,470 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു തരൂരിന്റെ വിജയം. പോൾ ചെയ്തതിൽ 34.09% വോട്ടുകൾ തരൂർ നേടിയപ്പോൾ 32.32% രാജഗോപാലിന് അനുകൂലമായി. തൊട്ടു മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ 20.92% വോട്ടുകളാണ് BJPക്ക് വർദ്ധിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് CPI പേയ്മെന്റ് സീറ്റ് വിവാദം നേരിടേണ്ടി വന്നത്. കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടർ കൂടിയായിരുന്ന ബെനറ്റ് എബ്രഹാം ആയിരുന്നു CPIക്ക് വേണ്ടി മത്സരിച്ചത്. പണം നൽകി വാങ്ങിയ സീറ്റാണിതെന്ന് ആരോപണം അക്കാലത്ത് ശക്തമായി ഉയരുകയും തെരഞ്ഞെടുപ്പിൽ ബെനറ്റ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ BJPക്കായി കുമ്മനം രാജശേഖരനെയും CPIക്കായി C ദിവാകരനെയുമാണ് ശശി തരൂർ നേരിട്ടത്. 99,989 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തരൂരിന്റെ വിജയം. കുമ്മനം 2ാം സ്ഥാനത്തെത്തിയപ്പോൾ ദിവാകരന് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 2010 മുതൽ ഇങ്ങോട്ട് മണ്ഡലത്തിന്റെ നഗരപ്രദേശങ്ങളിൽ BJP വലിയ ശക്തിയായി മാറിയെന്ന് തെളിയിക്കുന്നതായിരുന്നു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്. 100 കൗൺസിലർമാരിൽ 35 പേരും BJPക്കാരായതും മുഖ്യ പ്രതിപക്ഷമായതും പാർട്ടി നേടിയ പിന്തുണ വ്യക്തമാക്കുന്നുണ്ട്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ലോക്സഭാ മണ്ഡലം.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവളം ഒഴികെ എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷം തൂത്തുവാരി. അതിനാൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ സ്ഥിരമായി സ്വീകരിക്കുന്ന മണ്ഡലമായി തിരുവനന്തപുരത്തെ കണക്കാക്കാൻ സാധിക്കില്ല. ഇത്തവണ പുതുമുഖമായുള്ള പ്രമുഖ സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഹാട്രിക് വിജയത്തിനു ശേഷം 4ാം വിജയമെന്ന റെക്കോർഡിനായി ശശി തരൂർ ഇറങ്ങിയപ്പോൾ സൗമ്യമുഖവും തിരുവനന്തപുരത്തെ സ്ഥിര സാന്നിധ്യവുമായ പന്ന്യൻ രവീന്ദ്രനാണ് ഇടതുമുന്നണിക്കായി കളത്തിലിറങ്ങിയത്. കണ്ണൂർ കക്കാട്ട് സ്വദേശിയാണ് CPIയുടെ പന്ന്യൻ രവീന്ദ്രനെങ്കിലും കാലങ്ങളായി തിരുവനന്തപുരം നിവാസികൾക്കൊപ്പമാണ് ജീവിതം. തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന PK വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് 2005 നവംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് 14ാം ലോക്സഭയിൽ MP ആയി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിൽ മത്സരിച്ചുവെങ്കിലും സിറ്റിംഗ് MLA കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായുള്ള VD സതീഷിനോട് പരാജയപ്പെട്ടു. തുടർന്ന് തലസ്ഥാനം ആസ്ഥാനമാക്കിയാണ് പന്ന്യന്റെ പ്രവർത്തനം. CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സദാസമയവും പ്രവർത്തന സജ്ജമായി കാണാം പന്ന്യനെ. പാർട്ടി പ്രവർത്തകരെ കൂടാതെ സാധാരണക്കാർക്കിടയിലുള്ള സ്വീകാര്യത കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പന്ന്യനെ തേടി സ്ഥാനാർത്ഥിത്വം എത്താൻ കാരണം. തലസ്ഥാനത്തെ കലാ സാംസ്കാരിക കായിക പരിപാടികളിൽ സജീവ സാന്നിധ്യം കൂടിയാണ് പന്ന്യൻ രവീന്ദ്രൻ. മുന്നണി വോട്ടുകൾക്കൊപ്പം വ്യക്തിപ്രഭാവം കൂടി കണക്കിലെടുത്താൽ വിജയം ഉറപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പ്. BJP ലക്ഷ്യമിടുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. മീഡിയ അടക്കം ബിസിനസ് രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ കോർപ്പറേറ്റ് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. 2006 മുതൽ 2018 വരെ രാജ്യസഭാ അംഗമായിരുന്നെങ്കിലും 2018 മാത്രം BJP അംഗത്വം സ്വീകരിച്ച നേതാവാണ് രാജീവ്. പാർട്ടിയുടെ വക്താവ് സ്ഥാനത്ത് നിന്ന് 2021 നരേന്ദ്രമോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി. നിലവിൽ IT ഇലക്ട്രോണിക്സ് വകുപ്പ് സഹമന്ത്രിയാണ്. ഹൈടെക് പ്രഭാവമാണ് രാജീവ് എടുത്തു കാണിക്കുന്നത്. യുവാക്കളെയും നഗരവാസികളെയും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രചാരണ തന്ത്രമാണ് രാജീവ് പയറ്റുന്നത്. വർഷങ്ങളായി മണ്ഡലത്തിൽ ഉറപ്പിച്ച പാർട്ടി വോട്ടുകൾ കൂടാതെ കന്നി വോട്ടർമാരുടെ അടക്കം യുവജനതയുടെ അനുകൂല വിധിയിലാണ് രാജീവിന്റെ പ്രതീക്ഷ. കേന്ദ്രത്തിൽ വീണ്ടും NDA സർക്കാർ എത്തിയാൽ മന്ത്രി സാധ്യത കൂടി പറഞ്ഞാണ് BJP തിരുവനന്തപുരം പ്രചാരണം നടത്തിയിരുന്നത്. രാഷ്ട്രീയ വെല്ലുവിളികൾ നിരവധി ഉണ്ടായിട്ടും തട്ടകം വിട്ടുകൊടുക്കാത്ത തരൂരും ജനകീയത മുൻനിർത്തി പന്ന്യനും ഹൈടെക് തന്ത്രങ്ങളുമായി രാജീവും കളത്തിലിറങ്ങിയതിനാൽ ആർക്കാണ് വിജയമെന്ന് കണ്ടു തന്നെ അറിയണം.